ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ശനിയാഴ്ച. ഇന്ന് എന്താ പറയുക, നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ട് നടക്കാണ്ടാവുമ്പോൾ ഒരു ചെറിയ സങ്കടം വരും. അത് കഴിഞ്ഞ് അത് അപ്രതീക്ഷിതമായി നടക്കുമ്പോഴോ നമുക്കത് ഭയങ്കര സന്തോഷമാണ്. അതുപോലൊരു ദിവസമായിരുന്നു ഇന്ന് എനിക്ക് കേട്ടോ. അപ്പോൾ അതിൽ രാവിലെ എണീറ്റു. അപ്പോൾ ഞാൻ എണീറ്റ് വരുമ്പോൾ ഡാഡി ഇതേ ഓൾറെഡി മണി പ്ലാന്റും കാര്യങ്ങളും. അപ്പോൾ ഇപ്പോൾ ഞാനും ഡാഡിയും വീടൊക്കെ ഒന്ന് എന്താ പറയുക ഒന്നേന്ന് തൊട്ട് നന്നാക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ. എന്തായാലും സൈഡും അവിടെ ഇവിടെയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് ആകെ നശിപ്പിച്ചു. അത് കഴിഞ്ഞ് അതിൻ്റെ തേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഒക്കെ എന്താ പറയുക, ഫുൾ ചുവന്ന പെയിൻറ്റും ബ്ലാക്ക് പെയിൻറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അവിടുത്തൊക്കെ കുത്തിപ്പൊളിച്ചപ്പോൾ സിമെൻറ്റിൻ്റെ പാടുകൾ അവിടെ ഇവിടെയും, അതായത് അവിടെ കുറച്ചിട്ടു ഇവിടെ കുറച്ചിട്ടു, അങ്ങനെയാണ് അത് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അത്രയും ഭംഗിയിൽ കിടന്നിരുന്ന അത് നമ്മുടെ ഉമ്മറവും പരിയപ്പുറവും ഒക്കെ ഇപ്പം കുത്തിപ്പൊട്ടിച്ച് ഇങ്ങനെ സിമെൻറ്റ് കൊണ്ട് കിടക്കണ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒരേ ഭാഗം അങ്ങോട്ട് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മളുടെ വീടിൻ്റെ ശരിക്ക് എന്താ പറയുക, ആ സൈഡും കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ നമ്മുടെ ഡിമ്പിളിൻ്റെ ഹോം ടൂറുണ്ട്, അതിൽ കണ്ടിട്ട് ഇത് വരുമ്പോഴാണ് നമുക്ക് ശരിക്കും സങ്കടം വരും കേട്ടോ. അപ്പോൾ ഡാഡിക്ക് ഇപ്പോഴും അതെ, ഫ്ലാറ്റും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴും അത് ഒന്ന് വിളിച്ച് ചോദിച്ചില്ലെങ്കിൽ ഭയങ്കര സമാധാനക്കേടാണ് കേട്ടോ. അപ്പോൾ ഞാനെപ്പോഴും പറയും, ഒരു പുതിയ സംഭവം വാങ്ങിക്കാനായിട്ട് ഡാഡിക്ക് താല്പര്യമില്ല, ഡാഡിക്കല്ല പിള്ളേരും സമ്മതിക്കില്ല ഇനിയൊരു സംഭവം വേണ്ട എന്ന് പറഞ്ഞിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനും പുതിയ ഓരോ സംഭവങ്ങൾ വാങ്ങിക്കാനൊക്കെ. പക്ഷേ പിള്ളേർ സമ്മതിക്കില്ല. ഇനിയിപ്പോൾ ഈ പ്രായത്തിൽ വെറുതെ ബാധ്യതകൾ എടുത്തു വെക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവർ സമ്മതിക്കില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, അപ്പോൾ ഞാൻ പക്ഷേ ഈ ഡാഡി ഫോൺ ചെയ്യും, ഞാനിതൊക്കെ ഒന്ന് എടുത്ത് വായിച്ച് നോക്കും. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇപ്പോഴും ഇങ്ങനത്തെ ചിന്തകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മളുടെ മനസ്സിൽ നമ്മളങ്ങനെ എന്താ പറയുക, വലുതായിട്ടില്ല എന്നൊരു പ്രായമായിട്ടില്ല എന്നൊരു തോന്നലാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ നാളെക്കുറിച്ച് വീണ്ടും ചിന്തിക്കുന്നത്. അപ്പം അങ്ങനെ ഞാൻ മറ്റേ കിച്ചണിൽ കയറി മാതാവിൻ്റെ അവിടെ തിരിയൊക്കെ കത്തിച്ച്. അപ്പം ഞാൻ കുറേ കുട്ടികൾ എന്നോട് ഇപ്പോഴും പറയുന്നുണ്ട് ഞങ്ങളും ഇങ്ങനെ ചെയ്യാറുണ്ടെന്ന്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് മക്കളെ. അപ്പം അത് കഴിഞ്ഞ് നമുക്കത് എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ നടയിൽ മെഴുകുതിരി എത്തിച്ച് മാതാവിന് മെഴുകുതിരി എത്തിച്ച് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഭയങ്കര ഒരു സമാധാനമാണ്. എന്തോ ഒരു സമാധാനം നമ്മളോട് പറയുന്ന പോലെ നമുക്കൊരു ഫീലിംഗാണ്. അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് കേട്ടോ. അതുപോലെ ചിലർ കണ്ടിട്ടില്ലേ, ഹിന്ദുസിൻ്റെ ഇടയിൽ രാവിലെ തന്നെ കുളിച്ച് കുറിയൊക്കെ തൊട്ട് വിളക്ക് വയ്ക്കുമ്പോൾ, അതുപോലെ സന്ധ്യ നേരത്ത് വിളക്ക് വയ്ക്കുമ്പോൾ, അതൊക്കെ നമ്മളുടെ മനസ്സിൽ തോന്നുന്ന ഓരോ ഇഷ്ടങ്ങളാണ് കേട്ടോ. അപ്പോൾ അതെല്ലാവർക്കും അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതെവിടെയാണ് ഞാൻ പറഞ്ഞത് കണ്ടു, ഇവിടെയൊക്കെ നമ്മളുടെ റെഡ് പെയിൻ്റ് അടിച്ച സ്ഥലമായിരുന്നു. ഇത് ഫുൾ ബ്ലാക്ക് ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോ പ്രാവശ്യം ഓരോന്നിനു വേണ്ടി പൊട്ടിച്ച് കളറും കാര്യങ്ങളും പെയിൻറ്റൊക്കെ പോയി. അപ്പോൾ ഞാൻ ഡാഡിയോട് പറയായിരുന്നു, ഇന്നിപ്പോൾ ബ്ലാക്ക് അടിച്ചു, നാളെ ഈ ആഴ്ച റെഡ് നമുക്ക് ആ ആ സൈഡിൽ ഫുൾ അടിക്കണം, പട്ടിക്കൂടിൻ്റെ ഗേറ്റ് തൊട്ട് എന്ന് പറയായിരുന്നു ഞാൻ കേട്ടോ. ഇതിപ്പോൾ ഇവിടെയൊക്കെ ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, അത് അടിക്കുന്നതിൻ്റെ മുമ്പ് എടുത്താണോ എന്നറിയില്ല. കണ്ടു, ഇവിടെയൊക്കെ ബ്ലാക്ക് പെയിൻ്റ് ആയിരുന്നു. ആ ചട്ടി ഇരിക്കുന്നിടത്തൊക്കെ ബ്ലാക്ക് പെയിൻ്റ് അടിച്ചിട്ടുള്ള സ്ഥലമായിരുന്നു. അതുപോലെ ഈ ഉമ്മറൊക്കെ റെഡ് കളറായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ആദ്യം സോളാറിന് വേണ്ടി കുത്തിപ്പൊളിച്ചു, പിന്നെ ഇപ്പോൾ അതിന് വേണ്ടി ചെയ്തപ്പോൾ കംപ്ലീറ്റ് അവിടുത്തെ ഒക്കെ പോയി. കാരണം അവിടെ ഇട്ടിട്ടാണ് നമ്മൾ സിമെൻറ്റ് കൂട്ടുക. അപ്പോൾ അങ്ങനെ അപ്പോൾ അതേ നമ്മുടെ മണി പ്ലാന്റൊക്കെ ഭയങ്കര ഉഷാറായി. അപ്പോൾ ഇന്നലെ എനിക്കത് നിങ്ങൾക്ക് ശരിക്കും കാണിച്ചു തരാൻ പറ്റിയില്ല, രാത്രിയായില്ലോ. പിന്നെ ഇവിടെ കുറച്ച് കുട്ടി ചട്ടികളും കാര്യങ്ങളൊക്കെ വെക്കണം. എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട്. ഒന്നും നേരം കിട്ടാത്ത കാരണം അങ്ങനെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെ ഇവിടെ ഡാഡി രാവിലെ തന്നെ അവിടുത്തെ ചെടികളും ചട്ടികളൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച്, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എൻ്റെ മനസ്സിന് ഏറ്റവും സന്തോഷം ഇതുപോലെയുള്ള കുട്ടി പണികൾ ചെയ്യുമ്പോഴാട്ടോ. എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം നിങ്ങൾക്കറിയാം എനിക്കങ്ങനെ കൂടുതൽ ഭാരെടുക്കാനോ അല്ലെങ്കിൽ കുമ്പിടാനോ ഒക്കെ ഭയങ്കര വിഷമമാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കൂടെ ഒരാളുണ്ടെങ്കിൽ എത്ര മണിക്കൂർ വേണമെങ്കിൽ അല്ലെങ്കിൽ എത്ര ദിവസം വേണമെങ്കിൽ ഞാനിവിടെ കൂടും. അങ്ങനെ നമ്മുടെ പിള്ളേർസ് നോക്കുകയാണ്, ഇതെന്താണ് മമ്മി ഞങ്ങൾ ഈ വശത്തേക്ക് അഴിച്ചിടാത്തതെന്ന്. അപ്പോൾ ഞാനിപ്പോൾ ഈ വശത്തേക്ക് അങ്ങനെ അധികം വിടുന്നില്ല, അങ്ങേ സൈഡാണ് കേട്ടോ കംപ്ലീറ്റ് വിടുന്നത്. അപ്പോൾ ഞാൻ രാവിലേക്ക് എണീറ്റ വഴിക്ക് ഞാൻ നമ്മുടെ വെള്ളയപ്പത്തിന് ബാക്കി ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ താറാവ് കറി ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് മീനിൻ്റെ കറി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതങ്ങോട്ട് അവസാനിപ്പിച്ചിട്ടാവാം പുതിയ ഒരു സംഭവങ്ങൾ. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഞാൻ വേഗം നമ്മുടെ റോസിൻ്റെ ഫലൂഡ മിക്സ് ഉണ്ടായിരുന്നു, ഞാൻ വേഗം അത് എടുത്ത് വെച്ചു. കാരണം ഭക്ഷണം കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നും വേറെ പണികൾ പ്രത്യേകിച്ചൊന്നുമില്ല, അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൂടെ കുട്ടികൾക്ക് കഴിക്കാനായിട്ടെന്ന് വെച്ചിട്ട് അതിൻ്റെ പണിക്ക് രാവിലെ തന്നെ ഫസ്റ്റ് ഞാൻ ചെയ്തത് അതാണ് കേട്ടോ.
മുറ്റത്തൊന്ന് എത്തിച്ച് നോക്കി വന്നിട്ട് ഫസ്റ്റ് ചെയ്തത് ഒന്നുമില്ല ഇതിൽ 1.5 ലിറ്റർ 1 ലിറ്റർ പാല് വെറുതെ ചൂടാക്കി ഇങ്ങനെ മിക്സ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ആ മിക്സ് കട്ട് ചെയ്ത് അതിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞാൽ അത് കുറുകും. അതായത് അതിലത്തെ സേമിയയും ചിയ സീഡ്സൊക്കെ ഒന്ന് വെന്ത് വരുമ്പോൾ അത് നമ്മൾ വേറെ ഒന്നും അതിൽ ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്നും കൂട്ടണ്ട കേട്ടോ. പാലും ഈ മിക്സ് മാത്രം മതി. നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ മധുരം കൂടുതൽ തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി പാൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് സേമിയയും കുറച്ച് ചിയ സീഡ്സും എക്സ്ട്രാ എൻ്റെ വക ഒന്ന് ഇടും. കാരണം അപ്പോഴാണ് കുറച്ചുകൂടി കട്ടി കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ നല്ലത്. അപ്പോൾ ഇവിടെ ഇത് കാണുന്നത് ഇന്ന് രാവിലത്തെ ഡാൻസാണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ചാക്കോച്ചന് പാട്ട് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അവൻ്റെ ഡാൻസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമുക്ക് ഭയങ്കര കൗതുകം തോന്നും. എത്ര നേരം ഇരുന്നാലും മതിയാവില്ല കാണുന്നത് കേട്ടോ. അപ്പോൾ തോമുവിനും അതെ, ചാക്കോച്ച ഉഷാറായപ്പോൾ തോമു ഒന്നും കൂടി ഉഷാറായി. ഇപ്പോൾ പാച്ചുവിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യാണ്. കാരണം അവർ 3 ആളും കൂടിയിട്ടാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ രാവിലെ ആയാലും വൈകുന്നേരം ആയാലും ഈ ടി വിയുടെ മുമ്പിലുള്ള നിന്നിട്ടുള്ള കളിയാണ് കേട്ടോ. അങ്ങനെ അവർ ഒരു പാട്ട് കഴിഞ്ഞ് അടുത്ത പാട്ട് ചാക്കോച്ചനെ എങ്ങനെയാണെന്ന് വെച്ചാൽ കളിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളെ നോക്കും, കാണുന്നുണ്ടോ, ഭയങ്കര എന്താ പറയുക, ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യും അവൻ. അപ്പോൾ അതേ തോമു ശരിക്കും ക്ഷീണിച്ചു കിടന്നു കേട്ടോ. ചാക്കോച്ചന് വലിയ കുലുക്കൊന്നുമില്ല. അങ്ങനെ എന്താ പറയുക, ഞങ്ങളിതൊക്കെ നോക്കി നിൽക്കുക. ഞങ്ങൾ ഇപ്പോൾ വേറെ പണികൾ ഞാൻ പറഞ്ഞില്ലേ, രാവിലെ വേറെ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലാത്ത കാരണം എല്ലാവരും കുട്ടികളുടെ കളി നോക്കി നിൽക്കുക. അപ്പോൾ ഞാൻ ഇടയ്ക്ക് വിചാരിക്കാറുണ്ട് കേട്ടോ, നമുക്ക് ഈ ഓൺലൈൻ ബിസിനസ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ എല്ലാവരും ഫ്രീ ആണെങ്കിൽ ഫുൾ ടൈം ഈ കുട്ടികളുടെ കളി കണ്ട് ഇരിക്കാൻ നമുക്കും നേരം കിട്ടിയാണ്. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവർക്കും അവരവരുടേതായ പണികളുള്ള കാരണം ഇത്രയും ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഇരുന്ന് നോക്കാൻ പറ്റാറില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ എന്താ പറയുക, കാണുമ്പോൾ നല്ല കൗതുകമാണ്. ശരിക്കും നമ്മുടെ പാച്ചുവിനെ മിസ് ചെയ്യണു. പാച്ചുവിനെ മാത്രമല്ല, ഇങ്ങനെ കാണുമ്പോൾ ഞങ്ങൾ വിചാരിക്കുക കെസ് ബേബിയും കൂടി ഉണ്ടെങ്കിൽ എന്തായിരുന്നേനെ ഇവിടെ അംഗം എന്നുള്ളത് കേട്ടോ. അങ്ങനെ ഒരു പാട്ട് കഴിഞ്ഞ് ഇതിപ്പോൾ ഫാസ്റ്റ് നമ്പേഴ്സാണ്, അതാണ് ഈ കിടന്നിട്ട് ഈ ബഹളം വയ്ക്കുന്നത്. പിന്നെ നമുക്ക് ഈ കോപ്പി റൈറ്റ് കിട്ടുന്നത് കാരണം നമുക്കതങ്ങനെ കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും ഞങ്ങൾക്ക് എപ്പോഴും നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് കാണുമ്പോഴാണ് പാച്ചുവിനെ ഓർമ്മ വരിക. അതുപോലെ തന്നെ പാച്ചു ഇവിടെ നിൽക്കുമ്പോൾ എന്തെങ്കിലും കാണുമ്പോഴാണ് ഇവരെ ഓർമ്മ വരിക. അപ്പോൾ ഇവരൊന്നിച്ചുള്ള ഒരു കുറേ നാൾ, ഈ 3 വർഷം ഇവരുടെ ഒന്നിച്ചുള്ള ലൈഫ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾക്കും ഇപ്പോൾ അതിലാണ് നമ്മളും കുറേയും കൂടി. ഇവർ രണ്ടായിട്ട് നിൽക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ്. പാച്ചുവിനായാലും അതെ, തോമുവിനായാലും അതെ. അപ്പോൾ അതേ പാച്ചുവിനെ വീഡിയോ കോൾ ചെയ്തത് ഒക്കെ അതേ ഫോണിൻ്റെ അടിയിൽ വന്ന് നിൽക്കുക കേട്ടോ. അപ്പോൾ പാച്ചുട്ടൻ അവിടെ ചെല്ലുമ്പോൾ നല്ല കുട്ടിയായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്, കുറുമ്പൊന്നുമില്ല, വാശിയൊന്നുമില്ല. ഇടയ്ക്ക് പൊന്നു പറയും, ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ തോമു ചാക്കോ അവൻ ചാക്കോ എന്നാണ് വിളിക്കുക. ചാക്കോ, ടോണിപ്പാപ്പൻ, ഡോലിയമ്മാമ, ഡോൺ ഒക്കെ ചോദിക്കും എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ അത് സ്വാഭാവികമാണല്ലോ, അവൻ അവിടെ ഒറ്റയ്ക്കാവുമ്പോൾ കുട്ടികൾ തോമുവിൻ്റെ കൂടെ എപ്പോഴും ഫുൾ ടൈം പ്ലേ സ്കൂളിൽ അവിടെ ആയാലും അവർ ഒരുമിച്ചാണല്ലോ. അപ്പോൾ ഇപ്പോഴത്തെ പുതിയ ഇതേ സൂക്കേടാണ് ചാക്കോച്ചൻ്റെ. വാഷിംഗ് മെഷീൻ്റെ അവിടെ വന്ന് നിന്ന് കളിക്കുക എന്നുള്ളത് കേട്ടോ. പാച്ചുവിനും ഇത് തന്നെയായിരുന്നു. തോമു ആ വഴിക്ക് നോക്കാറില്ല. പക്ഷെ പാച്ചും ചാക്കോച്ചനും വാഷിംഗ് മെഷീൻ്റെ ആൾക്കാരാണ്. അതിങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ കൂടെ അവിടെ വന്ന് നിന്ന് ആ നോമ്പൊന്ന് പതുക്കെ തിരിക്കാനൊക്കെ നോക്കും. ഞങ്ങൾക്ക് ഇരട്ടിപ്പടി ഉണ്ടാക്കും കേട്ടോ. അങ്ങനെ രാവിലത്തെ പരിപാടികൾ ഞാൻ വാഷിംഗ് മെഷീനിലിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല. പ്രത്യേകിച്ച് രാവിലേക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പടിയൊന്നുമില്ലാന്ന്. അപ്പോഴാണ് ഡാഡി പെയിൻറ്റിങ്ങിന് നിന്നത്. ഞാൻ പറഞ്ഞ പോലെ ഒരു വശത്തുനിന്ന് ബ്ലാക്ക് മാത്രം അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് അടിക്കണം കേട്ടോ. അപ്പോൾ ഇനി വൈറ്റ് അടിക്കണം. പതുക്കെ നമുക്ക് പറ്റാവുന്ന പോലെ. നമുക്കിപ്പോൾ പ്രത്യേകിച്ച് ഒരു ആഘോഷങ്ങളോ അല്ലെങ്കിൽ ഒരാൾ വന്ന് കാണാനോ ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ സമയം എടുത്തിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾക്ക് നമ്മൾ ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ ഡാഡിയോട് പറഞ്ഞു, ഈ ബ്ലാക്ക് ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു വശം കഴിയും. ഇനിയിപ്പോൾ ഈ ചട്ടി വെച്ചതൊക്കെ ബ്ലാക്കായിരുന്നു. പക്ഷെ അത് പെട്ടെന്ന് ഓടിപ്പോയിട്ട് നമുക്ക് അടിക്കാൻ പറ്റില്ല. ചട്ടികളൊക്കെ ഇറക്കി വെച്ച് അവിടേക്ക് ഒന്ന് അടിച്ച് കഴുകി ആ മണ്ണൊക്കെ കളഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്യണം. അല്ലാണ്ട് ഓടിപ്പടഞ്ഞ് നമുക്ക് ഒരൊറ്റ കാര്യം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു പണിക്കാരെ വെക്കാനും എളുപ്പമല്ല. അപ്പോൾ അങ്ങനെ ഈ ഭാഗം ഫുൾ ബ്ലാക്കാക്കി. അപ്പോൾ നമ്മുടെ ചട്ടികളും കൂടി വന്നപ്പോൾ അവിടെ ഒരു പ്രത്യേക ഭംഗിയായി. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അമ്മയും മോനും മുകളിലേക്ക് പോകണം. ഡോൺ പോയി, തോമു ഓൾറെഡി മുകളിലുണ്ട് കേട്ടോ. അപ്പോൾ അവനെങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ സ്റ്റെപ്പ് കയറുമ്പോഴും അതിൻ്റെ ഉള്ളിൽ കൂടെ എന്നെ നോക്കും. ഞാൻ നോക്കിയില്ലെങ്കിൽ മമ്മീന്ന് വിളിക്കും. വിളിച്ചിട്ട് ഒന്ന് ടാറ്റയൊക്കെ പറഞ്ഞില്ലെങ്കിൽ അവന് ഭയങ്കര സമാധാനക്കേടാണ്. പക്ഷേ ഞാനത് ഡിവൈനോട് പറയും, പ്രോത്സാഹിപ്പിക്കേണ്ട, വേണ്ടെന്ന്. കാരണം അവിടെ നിന്ന് നോക്കിയിട്ട് എന്തെങ്കിലും അബദ്ധത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്കത് സഹിക്കാൻ പറ്റില്ല. നമ്മുടെ
2-3 വീടപ്പുറം അങ്ങനെ ഒരു സംഭവം 2 വർഷം മുമ്പ് ഉണ്ടായതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് ഭയങ്കര പേടിയാണ്. അങ്ങനെ ഞാൻ തുണികൾ തോരിടുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് കാപ്പി വെച്ച് കുറച്ച് കാപ്പിയൊക്കെ കുടിച്ചതിന് ശേഷം അരി അടപ്പത്തിട്ടിട്ടാണ് കറികൾ നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അതിൽ ചിക്കനുണ്ട്, പിന്നെ മാങ്ങാക്കറി ഉണ്ട്, ചെമ്മീൻ പൊടിയുണ്ട്. ആ 3 കൂട്ടം ഞാൻ എടുത്ത് പുറത്ത് വെച്ചു. എല്ലാം കൂടി വലിച്ച് വാരി ഇട്ടിട്ട് കളയുണ്ടല്ലോ. ഇപ്പോൾ ഇന്ന് രാവിലെ ഓൾറെഡി താറാവും കഴിഞ്ഞു, മീനും കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ വാഷിംഗ് മെഷീനിൽ നിന്ന് തുണികളൊക്കെ എടുത്ത് അത് തോരിയിട്ട് ചെല്ലുമ്പോഴേക്കും അരി വെന്തുണ്ടാവുമല്ലോ. അപ്പോൾ അത് നമ്മൾ ഓരോ കാര്യങ്ങൾ അതുപോലെ ചാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളുടെ പണികൾ ഒരു ഭാരമില്ലാത്ത രീതിയിൽ അവസാനിപ്പിക്കാൻ പറ്റും കേട്ടോ. അല്ലാണ്ട് ഇത് കഴിഞ്ഞിട്ട് അത് ചെയ്യാമെന്ന് വെക്കുക, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഇത് ചെയ്യാമെന്ന് വെച്ച സമയം കുറേ പോവും. തിരിച്ച് ഒരു ടൈം മാനേജ്മെൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒരു ഭംഗിയിൽ ഒരു റിസ്ക്കും ഇല്ലാണ്ട് നടക്കും കേട്ടോ, ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് നടക്കും. അങ്ങനെ അലക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ഇന്ന് ഒരു യാത്ര പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ നമ്മൾ ആഗ്രഹിച്ചിടത്തേക്ക് പോകണം എന്ന് പറയുമ്പോൾ പറ്റാണ്ട് പിന്നെ വീണ്ടും പോവാം എന്നാൽ അതിപ്പോൾ ഇറങ്ങിക്കോ എന്ന് പറയുമ്പോഴുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ, ഭയങ്കര സന്തോഷം അത്. വേറെ ഒന്നുമല്ല, ഞാൻ കഴിഞ്ഞ സൺഡേ പറഞ്ഞല്ലോ മതിലകത്ത് എനിക്കൊരു കുർബാന സ്വീകരണം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ ഫലൂഡയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫലൂഡയും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചെങ്കിലും എനിക്ക് തോന്നുന്നു ഡിവൈന് കഴിക്കാനേ പറ്റിയില്ല. കാരണം തോമു ഞങ്ങളുടെ കൂടെ പോന്നു, ചാക്കോച്ചൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തിയ പോലെ അപ്പം ഞാൻ സൺഡേ പറഞ്ഞിരുന്നല്ലോ മതിലകത്ത്, സൺഡേ അല്ലല്ലോ, എന്ത് ദിവസമായിരുന്നു, തിങ്കളാഴ്ചയോ 26-ാം തീയതി. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ എനിക്കൊരു കുർബാന സ്വീകരണം ഉണ്ട് മതിലകത്ത്, അപ്പോൾ എനിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ വേറെ ആരുടെയല്ല, നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, കുറേ പേർക്കൊക്കെ അറിയാം. ആ ഗ്രൂപ്പിലെ ഒരു മെമ്പറാണ് ഫ്രസി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഫ്രസിയുടെ കൊച്ചിൻ്റെ ജെന്നിഫറിൻ്റെ ആദ്യ കുർബാന സ്വീകരണമാണ്. അപ്പോൾ ഗ്രൂപ്പിലെല്ലാവരും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂട്ടത്തിൽ എന്നെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സർപ്രൈസായിട്ട് പോകണം എന്നൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അന്ന് ഈ പറഞ്ഞ പോലെ ഒട്ടും പറ്റിയില്ല. കാരണം അത് എന്താ പറയുക, അന്നത്തെ കല്യാണവും കാര്യങ്ങളും. അപ്പോൾ ഒന്നിട്ടൊന്ന് പറയാണ് കേട്ടോ, ഇത് നമ്മുടെ ഇരിഞ്ഞാലക്കുട പള്ളി എത്രേൻ്റെ മുമ്പ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇതിങ്ങനെ പോകുമ്പോൾ കണ്ടപ്പോഴാണ് എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. കാരണം ഇത് നമ്മുടെ ഇവരുടെ സ്വർണ്ണക്കടയും കാര്യങ്ങളും ഭയങ്കര എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമായിരുന്നു. നമ്മളിങ്ങനെ കാണുമ്പോൾ ഇരിഞ്ഞാലക്കുട അങ്ങാടി കാണാനായിട്ടൊരു പ്രത്യേക ഭംഗിയാണ്. അപ്പോഴാണ് ഡാഡി പറഞ്ഞത് താ നോക്കിയത് കണ്ടു, ഇത് മുഴുവൻ പൊളിച്ചു, അവിടെ റോഡും കാര്യങ്ങളൊക്കെ വീതി കൂട്ടാനായിട്ടാണ്. അപ്പോൾ സംഭവം നല്ലൊരു കാര്യത്തിനാണെങ്കിൽ പോലും പെട്ടെന്ന് അങ്ങനെ കണ്ടപ്പോൾ മനസ്സിൽ ഭയങ്കര ഒരു വിഷമം. കാരണം നമ്മൾ വർഷങ്ങളായിട്ട് ഇതിലേ പോകുമ്പോൾ ആ കടകളൊക്കെ ഇങ്ങനെ കാണുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ശരിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി, എനിക്ക് തോന്നുന്നു നമ്മുടെ മാപ്രാണം എത്തിയപ്പോഴേക്കും തോമു ഉറങ്ങി. അപ്പോൾ കുറേ നേരം ഉറങ്ങാണ്ടൊക്കെ പിടിച്ചിരുന്നു. പറഞ്ഞു അമ്മ ഉറങ്ങരുതെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടി തന്നെ ഉറങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉറങ്ങിക്കോട്ടെ, കാരണം ഇനിയും കുറേ സമയമുണ്ടല്ലോ എത്താനായിട്ട്. അപ്പം ഞങ്ങളുടെ പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് നാളെ, അതായത് സൺഡേ, നിങ്ങൾ ഈ കാണുന്ന ദിവസം നമുക്ക് രാവിലെ ഉണ്ട് ഒരു ഫംഗ്ഷൻ, വൈകിട്ട് ഹയാത്തിലുണ്ട് ഒരു ഫംഗ്ഷൻ. അപ്പോൾ രണ്ടിനും പോകണം. അപ്പോൾ നാളെ രാവിലെ ഡിമ്പിളിനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമില്ല. ആ പാൻസിനാന്ന് വെച്ചാൽ ഇന്ന് ഇത്തിരി തിരക്കുള്ള ദിവസമാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഡിമ്പിളിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് തിരിച്ച് അവന് പോകുമ്പോൾ ആ സമയം മുഴുവൻ തെറ്റി, അവർക്ക് ആരോ ഗസ്റ്റും കാര്യങ്ങളൊക്കെ വരാണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും വിചാരിച്ചു ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ഡിമ്പിൾ പകുതി വഴിയിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നിച്ച് ഇങ്ങോട്ട് മടങ്ങുകയും ചെയ്യാം. കാരണം ഡാഡി രാത്രിയിൽ അധികം വണ്ടി എടുക്കണില്ലല്ലോ. അപ്പോൾ ഡോണിനാന്ന് അത്യാവശ്യമായിട്ട് 1-2 കസ്റ്റമേഴ്സ് വരാനായിട്ട് വെയിറ്റിങ്ങാണ്. അപ്പോൾ ഞാൻ ആദ്യം ഡിവൈൻ ഞങ്ങൾ ഒന്നിച്ച് വരാമെന്ന് ചോദിച്ചു. പിന്നെ നോക്കിയപ്പോൾ വേണ്ട, ചാക്കോച്ചനെയും കൊണ്ട് യാത്ര ഭയങ്കര റിസ്ക്കാണ്. അങ്ങനെ ഇതേ കണ്ടോ, തോമു എൻ്റെ മടിയിൽ കിടന്ന് അങ്ങനെ ഉറങ്ങുകയാണ്. അപ്പോൾ ഞങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം അവിടെ ഒരു ഹോസ്പിറ്റലുണ്ട്, അതാണ് ലാൻഡ്മാർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് ഡിമ്പിൾ വിളിച്ച് പറഞ്ഞത് ഞങ്ങളിതാ സെൻട്രൽ മോളിലുണ്ട്, അവിടെയാണ് എന്നെ ഇറക്കിയതെന്ന്. അപ്പോൾ നോക്കിയപ്പോൾ ഡിമ്പിൾ അവിടെ നിന്ന് ഊബറിലാണ് വന്നത് കേട്ടോ. അവിടെ വന്ന് ഊബറിൽ വന്ന് മറ്റേ സെൻട്രൽ മോളിൽ വന്ന് ഇറങ്ങി. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഹോസ്പിറ്റലിൽ ഞങ്ങൾ അവിടം വരെ എത്താനായിട്ട് അത്രയും സമയമെടുത്തു കേട്ടോ. അതുപോലെ തന്നെ ഇത് സെൻട്രൽ മാളിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ അവിടെ വന്നപ്പോഴാണ് ഡിമ്പിളിനെ ഓൾറെഡി ഊബർ ഇറക്കിയിട്ട് ഡിമ്പിൾ എക്സിറ്റിൽ വന്ന് നിൽക്കുകയാണ്. ഡാഡിയാന്ന് വെച്ചാൽ എൻട്രൻസിലേക്ക് പോയേക്കാം. അങ്ങനെ ഡാഡി പോയി പാച്ചൂട്ടനെയും കൊണ്ട് ഇങ്ങോട്ട് വന്നു. ഡിമ്പിളിനോട് അവിടെ എക്സിറ്റിൽ തന്നെ നിന്നോളാൻ പറഞ്ഞു. അപ്പോൾ പാച്ചൂട്ടൻ വന്നിട്ട് നമ്മുടെ തോമു ഉറങ്ങുക. തോമു ഇതൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ.
തോമുവിനെ വിളിച്ചുണർത്താം. ഞാൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വിളിച്ചുണർത്താം എന്ന് പറഞ്ഞിട്ട് അവനെ സമാധാനിപ്പിച്ചിരുത്തിയേക്കാം. അപ്പോൾ അവരുടെ ഒരു സംഗമുണ്ട്, ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അതിൽ ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ടില്ല എന്നുള്ളൂ, അതിലുണ്ട് തോനു എണീക്ക് എന്ന് പറഞ്ഞിട്ട് വിളിക്കണ ഒരു ഇതുണ്ട്. ഇപ്പോൾ തോമു എന്ന് വിളിച്ച് തുടങ്ങിയിട്ടാണ്. തോമും ചാക്കോണ്. ഞങ്ങൾ ചാക്കോച്ചാന്ന് വിളിക്കുമ്പോൾ അവൻ ചാക്കോ എന്ന് വിളിക്കും, അല്ലെങ്കിൽ അമ്മയുടെ ചുണ്ടാപ്പി ഡിവൈൻ കളിപ്പിക്കുന്ന പോലെ കളിപ്പിക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ഒരു അരമണിക്കൂറും കൂടി യാത്രയുണ്ട്, അപ്പോൾ അതുവരെ കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഡിമ്പിൾ കയറി. അപ്പോൾ ഡിമ്പിൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സ്ഥലത്തേക്ക് പോകണം എന്ന് ഉദ്ദേശിച്ചിട്ടില്ല. മൂപ്പരെല്ലാം പാക്ക് ചെയ്തതിന് ശേഷമാണ് ഞാനിങ്ങനെ ഒരു പരിപാടി പറഞ്ഞത്. അപ്പോൾ പിന്നെ എന്താ പറയുക, നമ്മൾ അവിടെ വരെ പോകണ നിലയ്ക്ക് വെറുതെ ആൻസറെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ടല്ലോ, ഈ അത്രയും സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് വഴി ഇങ്ങോട്ട് പോകുന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ കൂടെ ഇങ്ങോട്ട് മടങ്ങാമല്ലോ, അങ്ങനെ വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ മടങ്ങുമ്പോഴൊക്കെ ഭയങ്കര ബ്ലോക്കായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ 1 മണിക്കൂർ കൊണ്ട് എത്തേണ്ട സ്ഥലം 2-2.5 മണിക്കൂറായി. അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് മതിലകത്ത്, ശരിക്കും മതിലകത്തു നിന്നാണ് ഞങ്ങൾ കൊടുങ്ങല്ലൂർക്ക് വന്നത്, വീണ്ടും തിരിച്ച് മതിലകത്ത്, കാരണം ഡിമ്പിളിനെ എടുക്കണമല്ലോ. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ചുള്ള യാത്ര തുടർന്ന്. അപ്പോൾ ടൗൺ ഹാള് ഞാൻ അങ്ങോട്ടും പോകുമ്പോഴും കാണിച്ചിട്ടുണ്ട്, അവിടെ ആ പരിസരത്തായിരുന്നു ഞങ്ങൾ. ഇതാണ് നമ്മുടെ മതിലകത്ത് പോയ ഫ്രസീറ്റോ. അപ്പോൾ ഞാൻ അവിടെ ചെന്ന വഴിക്ക് ഞങ്ങൾ ഫോട്ടോ എടുത്താണ്. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്ക് തോന്നുന്നു ഗ്രൂപ്പിൽ ഒരു 5-6 ആളെ ഞാൻ കണ്ടിട്ടുള്ളൂ, വേറെ അങ്ങനെ അധികം ആരെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ അവിടെ ചെന്ന് അപ്പോൾ ഡിംപിൾ എന്നോട് പറയായിരുന്നു, മമ്മി മുമ്പ് കണ്ടിട്ടുണ്ടോ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ ആദ്യമായിട്ടാണ് ആ മോളെ കാണുന്നതെന്ന്. പക്ഷേ നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ ഗ്രൂപ്പിലെന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും സംസാരിക്കുകയും ചാറ്റ് ചെയ്യുകയും, പിന്നെ നമ്മളുടെ ഗ്രൂപ്പിലെന്ന് പറയുമ്പോൾ എപ്പോഴും കുട്ടികളുടെ പരിപാടികളായിട്ടും അമ്മമാരുടെ പരിപാടികളായിട്ടും അവർ തന്നെ, ഞാനിതൊന്നും അറിയാറില്ല കേട്ടോ, അവർ തന്നെ ഓരോ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യും. അപ്പോൾ അതൊക്കെ ഞാൻ കാണും, എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ കണ്ട് ഇവരൊക്കെ എനിക്ക് കാണാപ്പാടാണ്. അപ്പോൾ പക്ഷേ നേരിട്ട് കാണുന്നത് ആദ്യമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു അങ്ങനെ ആദ്യമായിട്ട് കാണുന്ന ഒരു പോലെയല്ല നമുക്ക് തോന്നിയത് കേട്ടോ. അതിപ്പോൾ മോളെ കണ്ടപ്പോഴായാലും മോളുടെ ഹസ്ബൻഡ് ജോബി ഉണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മുടെ അവർക്ക് 2 പെൺകുട്ടികളാണ് കേട്ടോ, ജെനീഫറും ജൂലിയും. അപ്പോൾ നല്ല 2 മക്കൾ. അപ്പോൾ ഞാൻ എപ്പോഴും ഞാൻ പറഞ്ഞില്ലേ ഗ്രൂപ്പിലിങ്ങനെ ഓരോ പരിപാടികളുണ്ടാകുന്നു. അപ്പം ഞാൻ ഈ കുട്ടികൾ ഭയങ്കര ആക്റ്റീവാണ്. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് നല്ല മിടുക്കി കുട്ടികൾ. ഇവിടെ വന്നപ്പോഴാണ് അത് ശരിക്കും കണ്ടത്. അപ്പോൾ കുട്ടികളുടെ മാത്രമല്ല കേട്ടോ, അമ്മയുടെയും ട്രോഫികളും കാര്യങ്ങളും അതിലുണ്ടായിരുന്നു. ഇത് നിങ്ങൾക്കൊക്കെ കണ്ടുപഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. ഇവിടെയാണ് കുട്ടികളെ പഠിപ്പിക്കാതിരുത്താത്രേ. അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് അവർക്ക് സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരിങ്ങനെ ഒരു ഇത് എഴുതിയിട്ട്, അപ്പോൾ ഞാൻ എപ്പോഴും പറയും ഫ്രസി കുട്ടികളെ നോക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഫോട്ടോസ് കാണുമ്പോഴും അല്ലെങ്കിൽ ഓരോ ആക്ടിവിറ്റീസിൽ അവർ പങ്കെടുക്കുമ്പോഴൊക്കെ എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാനത് പറയുകയും ചെയ്യും കേട്ടോ. നമ്മളൊരു കുട്ടി അല്ലെങ്കിൽ ഒരാൾ നല്ലത് ചെയ്യുമ്പോൾ നമ്മളത് എടുത്ത് പറഞ്ഞില്ലെങ്കിൽ അതൊരു വിഷമാണ്. അപ്പോൾ അവർക്ക് എന്താ പറയുക, അതൊരു പ്രോത്സാഹനമാണല്ലോ. അപ്പോൾ ഇത് 2ാമത്തെ ഒരു റൂമാണ്. എനിക്ക് എല്ലാ റൂമും സെറ്റ് ചെയ്തിട്ടുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അങ്ങനെ ഇത് 3ാമത്തെ ഒരു റൂം, പ്ലേ റൂം പോലെയാണ്. അപ്പോൾ അതേ സമയം 7ആയി, കാരണം ഇവിടെ എത്താൻ കുറേ ലേറ്റായി എന്ന് പറഞ്ഞില്ലേ ഞാൻ. അപ്പോൾ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ട് നല്ലൊരു റൂമായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ജെന്നിഫർ കേട്ടോ, ഈ മോളുടെയാണ് ആദ്യ കുർബാന സ്വീകരണം ഉണ്ടായിരുന്നത്. അപ്പോൾ റൂമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് എടുത്തു. പിന്നെ ഞാൻ പറഞ്ഞില്ല, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പോകുന്നൊരു വീടാണെന്നോ, നമ്മൾ പരിചയമില്ലാത്തൊരു ആളുടെ വീട്ടിൽ, അതായത് പരിചയമില്ലാത്തില്ല കാണാത്തൊരു കുട്ടിയുടെ വീട്ടിലാണെന്നോ ഒന്നുമില്ല. നമ്മളെപ്പോഴും എന്താ പറയുക, അത്രയും അടുപ്പത്തിൽ സംസാരിക്കുന്നവരാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ എനിക്ക് ഭാഗ്യം എനിക്ക് വന്നത് ഡിംപിളിൻ്റെ ഒരു പ്രവൃത്തി കൊണ്ടാട്ടോ. കഴിഞ്ഞ വർഷം എൻ്റെ ബർത്ത്ഡേക്ക് ഡിംപിളിൻ്റെ ഞാൻ എപ്പോഴും പറയായിരുന്നു, കുറേ പേര് എന്നോട് ഇങ്ങനെ കമൻസ് വഴി ഇങ്ങനെ പറയുമ്പോൾ ഞാൻ പറയും, അയ്യോ ഇവരെയൊക്കെ ഒന്ന് കാണാമായിരുന്നു, ഒരു മീറ്റപ്പ് വെക്കായിരുന്നു എന്നൊക്കെ വെറുതെ പറയാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡിംപിൾ ഞാൻ പോലും അറിയാണ്ട് മീറ്റപ്പ് വെച്ച് കുറേ കുട്ടികളും ഒരു ഗ്രൂപ്പ് തുടങ്ങുകയും പിന്നെ അവിടെ നിന്ന് അതിങ്ങനെ കൊഴിഞ്ഞു വളരെ കുറച്ച് കുട്ടികളായുള്ള ഒരു ഗ്രൂപ്പ്. നമ്മൾ ഏത് കാര്യം അങ്ങനെയാണല്ലോ, കുറേ നമ്മൾ വാങ്ങിയിട്ട് അതിൽ നിന്ന് തിരഞ്ഞെടുത്ത് ഒരു കൊച്ചൊരു ഗ്രൂപ്പാക്കി അവസാനിക്കുക. അപ്പോൾ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഉള്ളവരായിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നന്നായിട്ട് അറിയും. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് കുട്ടിയുടെ കുർബാന സ്വീകരണം. അപ്പോൾ അന്ന് എന്ത് തന്നെയായാലും ഡിമ്പിളിന് പോകുമ്പോൾ പോകാമെന്നുള്ള ധാരണയിലാണ് ഞാനത് മനസ്സിൽ പോകാമെന്ന് തീരുമാനിച്ചത്. പക്ഷെ അത് നടന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി എന്ന് പറഞ്ഞത് അതാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ നോക്കിയേ പാച്ചും തോമും ഒക്കെ മരിച്ച് ഫോട്ടോ എടുക്കുക, എന്താ പറയുക, അവരും ഫോൺ എടുത്തിട്ട് ഫോട്ടോസ് എടുക്കുക, സെൽഫി എടുക്കുക, അങ്ങനെ നല്ല മേളായിരുന്നു കേട്ടോ. ഒരു പരിചയക്കുറവും അവരും കാണിച്ചില്ല. അവരും
എന്താ പറയുക, ഏതോ ഒരു ബന്ധുക്കളുടെ വീട്ടിൽ പോയി കളിക്കുന്ന പോലെ ചേച്ചിമാരായിട്ട് നല്ല കൂട്ടായി. അപ്പോൾ മൊത്തത്തിൽ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ജെനീഫറിനെ മൂത്ത മോളെ ഭയങ്കര ഇഷ്ടമായിട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഡിമ്പിളൊക്കെ ചെറുപ്പത്തിൽ ഇതുപോലെയായിരുന്നു, ഒരു വലിയ ബഹളങ്ങളൊന്നുമില്ല. എന്നാൽ സ്റ്റേജിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പെർഫോം ചെയ്യുമ്പോൾ ഈ കുട്ടിയല്ല, വേറൊരു ആളായി മാറും. എന്നിട്ട് അതാണ് എന്നെ ശരിക്കും പറഞ്ഞ് ഈ മോളെ ആകർഷിച്ചത്. അപ്പം തൊട്ട് എനിക്ക് ഉണ്ടായിരുന്നു ഈ മോളെ ഒന്ന് കാണണം. എന്താ പറയുക, അങ്ങനെ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു പരിപാടിയും കൂടി വന്നപ്പോൾ എനിക്കത് ആഗ്രഹം കൂടിയതും. ദൈവം സഹായിച്ച് ഡിമ്പിളും ഡാഡിയും കൂടിയിട്ട് ഡിവൈനും കൂടിയിട്ട് എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഇപ്പോൾ പോയാൽ മമ്മിക്ക് ഡിമ്പിളിനെ കൊണ്ടുവരികയും ചെയ്യാം, മമ്മിക്ക് അവിടെ കയറുകയും ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഇട്ടൊരു പരിപാടിയാണ്. എനിക്ക് തോന്നുന്നു ഒരു 2 മണിയാകുമ്പോഴാണ് പറഞ്ഞത്. 2 മണി പറഞ്ഞിട്ട് 2:30 ആകുമ്പോഴേക്കും ഞാൻ പടപടേന്ന് പണികളൊക്കെ കഴിച്ച് വെച്ചിട്ട് പോവുമായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് മൊത്തത്തിൽ അവിടുത്തെ അടുക്കും ചിട്ടയും, അപ്പോൾ എന്നോട് പറഞ്ഞു കുറേ കാര്യങ്ങളൊക്കെ ആൻറ്റിയെ കണ്ടിട്ടാണ് ഞാൻ ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ ഫ്രസി പറയായിരുന്നു ഇതാണത്ര മറ്റേ ചാനൽ കാണുകയും മെസ്സേജ് അയക്കുകയും ചെയ്യുന്ന മൂപ്പരുടെ ഫേവറേറ്റ് സ്ഥലം. അപ്പം ഞാൻ പറഞ്ഞു ഓ നന്നായി, അവിടെ വെച്ചിട്ട് ഞാനൊരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് അവിടെ നിന്നൊരു ഫോട്ടോ എടുത്ത് എന്താ പറയുക, ഭയങ്കര സന്തോഷം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മളുടെ ഇപ്പോൾ എനിക്ക് എൻ്റെ ഈ സന്തോഷം എനിക്ക് നിറവേറ്റി തന്നത് എൻ്റെ ഹസ്ബൻഡും മക്കളും കൂടിയിട്ടാണ്, ഡാഡിയും മക്കളും കൂടിയിട്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് പ്രസിയുടെ കാര്യമായാലും നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോൾ ജോബി ഓടി വരികയും നമ്മളോട് സംസാരിക്കും, നമ്മളുടെ വീട്ടിലത്തെ ഒരാളെ പോലെയാണ് പെരുമാറിയത്. അതുപോലെ കുട്ടികളും ആയാലും ഇവളിത് ഭയങ്കര മിടുക്കത്തിയിട്ട കുഞ്ഞാൾ ജൂലി, അവളാണ് എന്താ പറയുക, ഓരോന്ന് വലിച്ചിടുമ്പോൾ അവിടെ വലിച്ചിടല്ലേ ഇവിടെ വലിച്ചിടല്ലേ എന്ന് പറഞ്ഞിട്ട് നോക്കുന്ന വലിയ ഏട്ടത്തിയായിട്ട്. ജെന്നിഫർ പിന്നെ ഒന്നിലേക്കും ഇല്ലാത്ത പോലെ മാറി നിൽക്കുമായിരുന്നു. അങ്ങനെ എന്താ പറയുക, ഒട്ടും വിചാരിക്കാണ്ട്, സത്യം പറഞ്ഞാൽ ഇന്നലെ ഈ നേരത്ത് വിചാരിച്ചിട്ടില്ല ഇന്ന് ഇങ്ങനെ ആയിരിക്കും ഒരു വീഡിയോ ഞാൻ ഇടാന്നുള്ളത് കേട്ടോ. അപ്പോൾ അതൊക്കെ എനിക്ക് തോന്നുന്നു ഫോട്ടോസ് എവിടെയോ റിപ്പീറ്റ് വന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിൽ നിന്ന് കുറേ ഈ ഫോണിൽ സാധാരണ ഞാൻ ഫോട്ടോസ് സെൻഡ് ആക്സെപ്റ്റ് ചെയ്യാറില്ല. പക്ഷേ ഞാൻ ഇതിൽ നിന്ന് കുറേ ഫ്രസിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇതിൽ വന്ന് ചേർന്നു എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരക്കൊന്നും ഒഴിവാക്കാൻ വേണ്ടി തൃപ്രയാർ വഴിയാണ് ഡാഡി ഇന്ന് വണ്ടി എടുത്തത്. പക്ഷേ സമയം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, 1 മണിക്കൂർ കൊണ്ട് എത്തേണ്ടടുത്ത് 2-2.5 മണിക്കൂറായി ഞങ്ങൾ വീട്ടിലേക്ക് എത്തുമ്പോൾ. അപ്പം അതിൻ്റെ ഇടയിൽ ഒന്നിറങ്ങി ഒരു ഗ്ലാസ് ചായ കുടിച്ചു. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ തോമൂനൊന്ന് ഛർദ്ദിക്കണം എന്ന് പറഞ്ഞു. കാരണം അവിടെ അത്രമാത്രം കളിയും ബഹളവും കുറേ ബിസ്ക്കറ്റും ചോക്ലേറ്റ്സും ഒക്കെ തിന്ന് ഒരുവിധമായിട്ടുണ്ടായിരുന്നു മൂപ്പര്. അപ്പോൾ അതുകൊണ്ട് അവന് ഛർദ്ദിക്കണം എന്ന് പറഞ്ഞപ്പോൾ നിർത്തിയതൊരു ഹോട്ടലിൻ്റെ ഒരു ചായക്കടയുടെ മുമ്പിലാണ്, ബേക്കറിയും ചായക്കടയും കൂടിയിട്ട്. അപ്പോൾ അവിടെ നിർത്തിയ നിലയ്ക്ക് ഞാനൊരു ചായ ഞാൻ കുടിച്ചു. കുട്ടികൾ ലേസൊക്കെ വാങ്ങി അവിടെ നിന്ന് 2 മിനിറ്റ് അവിടെ നിന്നിട്ടാണ് പിന്നെ നമ്മൾ വീണ്ടും യാത്ര തുടർന്നത് കേട്ടോ. ഒരു 10 മിനിറ്റ്, അതിൽ കൂടെ ഒരു ചായ കുടിക്കേണ്ട സമയം അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങളിതാ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ നമ്മൾ വഴിയിൽ പോരുമ്പോൾ ഒക്കെ ഇങ്ങനെ എന്താ പറയുക, നമ്മൾ പോയ വിശേഷങ്ങളും വന്ന വിശേഷങ്ങളും പരിചയപ്പെട്ട വിശേഷങ്ങളും അങ്ങനെയുള്ള വിശേഷങ്ങളായിരുന്നു. പിന്നെ നേരെ വീട്ടിൽ വന്നു. വീട്ടിൽ വരുമ്പോൾ അതാ നിൽക്കണം നമ്മുടെ ചാക്കോച്ചൻ. തോമൂട്ടൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി കണ്ടു കഴിഞ്ഞാൽ പിന്നിലേക്ക് ഓടും, അങ്ങനെയാണ് പേടി തൊണ്ടരാ. ചാക്കോച്ചൻ നേരെ വിപരീതമാണ്, നീ എന്നെ ഇടിക്കടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മുന്നിൽ വന്ന് നിൽക്കും. അങ്ങനെയാണ് കേട്ടോ, രണ്ടാളും 2 സ്റ്റൈലാണ്. അങ്ങനെ ഞങ്ങളിതേ അകത്ത് കയറിനോട് കൂടിയിട്ട് വിശേഷങ്ങളും കാര്യങ്ങളും പറയും. അപ്പോഴാണ് ഡിവൈൻ കോട്ടയത്തു നിന്ന് വരുമ്പോൾ പാച്ചുവിനും തോമൂനും കൂടി പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അവിടെ പൊട്ടിച്ചതിന് ശേഷം മൂളിയും കമ്പിത്തിരിയും തലച്ചക്രമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കയറിനോട് കൂടിയിട്ട് അത് മതിലിൻ്റെ മുകളിൽ ഞാൻ എങ്ങനെയാ വെച്ചാൽ ജനലേമ നനയ്ക്കാൻ നിന്നപ്പോൾ ഞാൻ അത് കണ്ടില്ല. നനച്ചപ്പോൾ പെട്ടെന്ന് ഇതുമ്പോൾ വെള്ളമായി. അപ്പോൾ ഡാഡി അത് മതിലുമ്മ എടുത്തിട്ട് ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതെടുത്ത് അകത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പറഞ്ഞു കയ്യോടെ അതാ പൊട്ടിക്കുക, എന്തായാലും പാച്ചുവും വന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കാൻ കേട്ടോ. അപ്പോൾ ഇതെന്തോ ചാക്കോച്ചന് ഭയങ്കര പേടിയാണ്. അപ്പോൾ ചാക്കോച്ചൻ പേടിച്ചിട്ട് ഒക്കത്ത് കയറിയിരിക്കുകയാണ്. തോമും പാച്ചുവും അതൊക്കെ നോക്കി നിന്നു. കുറച്ചുണ്ടായിരുന്നുള്ളൂ, വളരെ ഒരു 10-12 ഐറ്റം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞു. പക്ഷേ കുട്ടികൾക്ക് അത് ഭയങ്കര സന്തോഷമാണല്ലോ. പിന്നെ ചാക്കോച്ചനെ അധികം നിർത്തിയില്ല, വേഗം കൊണ്ടുപോയി. കാരണം ഇതിൻ്റെ പുക ഇനി പ്രശ്നമാവണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഫസ്റ്റ് നമ്മുടെ പാച്ചുവിനെ കാണിക്കുന്ന ദിവസവും ദീപാവലിയുടെ ദിവസവും ഒക്കെ ഈ പടക്കമൊക്കെ പൊട്ടിക്കുമ്പോൾ ഞാൻ റൂമിൽ അടച്ചിട്ടിട്ട് ഇരുന്ന സമയം ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട്, കർത്താവ് ഈ കുട്ടിയെ എന്താ പറയുക 4 ആൾ കൂടുന്നിടത്ത് എനിക്ക് കൊണ്ടുപോകാൻ പറ്റാണ്ടാവോ, ഡിമ്പിളിന് അതോടുകൂടി ലൈഫ് നമ്മുടെ ആകെ മാറിപ്പോലോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ. അങ്ങനെയൊക്കെ പേടിച്ചിട്ടുണ്ട്. പക്ഷേ ദൈവം സഹായിച്ച് ഒന്നുമില്ലാണ്ട് എൻ്റെ മോനെ ഇവിടം വരെ എത്തിച്ചു.
ഇപ്പം ഞാൻ പോയ വീട്ടിൽ ജൂലി, ആ കുഞ്ഞു മോളുണ്ടല്ലോ, അവളും പ്രീമച്വർ ബേബിയായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വിശേഷങ്ങൾ പറഞ്ഞിട്ടാന്ന് തോന്നുന്നുണ്ട് എനിക്ക് ഫ്രസിയായിട്ട് കുറച്ചും കൂടി ഒരു അടുപ്പം ഫീൽ ചെയ്തത്, അവരെ കാണണം എന്നൊക്കെ തോന്നിയത്. ഇതെന്തുട്ടാന്ന് മനസ്സിലായി, നമ്മുടെ ചാക്കോച്ചൻ ഡ്രസ്സൊക്കെ മാറി ഇറങ്ങുകയാണ്, നാട് വിട്ട് പോവുകയാണ് അവൻ അക്കിയുടെ വീട്ടിലേക്ക്. അപ്പോൾ ഡ്രസ്സ് മാറിയിട്ട് പറയണത് അക്ക അക്കാന്ന്, ബാഗൊക്കെ എടുത്ത് കൈ പിടിച്ചു മൂപ്പര്. അപ്പോൾ അവൻ പോവുകയാണ് അക്കിയുടെ വീട്ടിലേക്ക്. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര കൗതുകം തോന്നിയിട്ടാണ് മൂപ്പരുടെ ബാഗ് ഇട്ടിട്ടുള്ള യാത്ര. എന്താ പറയുക, നമ്മളിപ്പോൾ ഇവനെ പറഞ്ഞു തുടങ്ങിയല്ല അതും. അപ്പോൾ അക്കിയുടെ വല്ല വിശേഷം പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പരിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ച് നിൽക്കും, എന്താണ് ഏതാണ് എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വേറെ ഫോണിലെടുത്തിട്ട് ഇതിൽ സെൻഡ് ചെയ്തത്, അതുകൊണ്ടാണ് അത് ഓർഡർ അല്ലാണ്ട് കാണുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഇതായിരുന്നു. അങ്ങനെ അവസാനം എന്താ പറയുക, തൊയിരക്കേടായപ്പോൾ ഞങ്ങൾ അക്കീനെ വീഡിയോ കോൾ ചെയ്തു. അപ്പോൾ ഇത് ഓടിപ്പോയിട്ട് വാതിലും വിട്ടിരിക്കുകയാണ് തുറക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ആദ്യം തുറന്നു കൊടുത്തില്ല. ഡിവൈൻ പറഞ്ഞു കോച്ചിനോട് ചാറ്റ് പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് എടുത്തപ്പോൾ കരച്ചിലും ബഹളമായി. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ വാതിൽ തുറന്നു കൊടുക്കുക, എന്നാൽ അവൻ പോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇരുട്ട് കാണുമ്പോൾ പോവില്ല എന്ന്. അവനെന്ത് പേടി, അവൻ തുറന്ന വഴിക്ക് സിറ്റ് ഔട്ടിലേക്ക് പോയി മുറ്റത്തേക്ക് ഇറങ്ങാൻ നിന്നു. പിന്നെ ഇറങ്ങാൻ നിന്നപ്പോൾ ഞങ്ങൾ വേഗം അക്കീനെ വീഡിയോ കോൾ ചെയ്ത് അക്കി ഉറങ്ങി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു സന്തോഷമൊന്നുമില്ല, എന്നാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ മൂപ്പര് അകത്തേക്ക് വന്നു. അങ്ങനെ കയറി കിടന്നു. അത് കഴിഞ്ഞ് ഇവിടെ തൂമു പോയി കിടന്നുറങ്ങി. തൂമൊക്കെ ഓൾറെഡി കിടന്നതിന് ശേഷമാണ് ഇവൻ്റെ ഈ അങ്കട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഇവിടെ പാച്ചുട്ടൻ കിടന്നുറങ്ങി. അപ്പോൾ എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ നോക്കി. അപ്പോൾ സമയമെന്ന് വെച്ചാൽ ശരിക്കും 11 മണി കഴിഞ്ഞു. ഇവൻ ഈ എന്താ പറയുക, അക്കീനെ വിളിക്കുമ്പോൾ അവനിപ്പോൾ പോകണം അവിടേക്ക്. അവന് പറയാറിയില്ല, പക്ഷേ എവിടേക്കോ എന്തൊക്കെയോ പറയും, ബാഗ് എടുത്ത് ഇറങ്ങും. അതിപ്പോൾ ബിസ്ക്കറ്റ് വേണമെന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെയാണ്. അവന് തിന്നാനായിട്ട് ഇങ്ങനെ കാണിക്കും, അമ്മ എന്ന് കാണിച്ചിട്ട് ബിസ്ക്കറ്റിൻ്റെ അടിയിൽ പോയി നിന്നിട്ട് ചൂണ്ടി കാണിക്കും. ബനാനയാണെങ്കിൽ ബനാന എന്ന് പറയും, അങ്ങനെയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ചെയ്തതാണ്, ഡ്രസ്സ് കുളിച്ച് മാറ്റിയ വഴിക്ക് മൂപ്പര് ബാഗ് എടുത്തിട്ട് വാതിലിൻ്റെ അവിടേക്ക് ഓടുക, അതായത് അക്ക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഇപ്പോൾ ഇവൻ ഇവിടെ നിന്ന് വിട്ട് കാണുന്നത് അവരെ മാത്രമാണ്. നമ്മൾ പുറത്തേക്കൊന്നും അങ്ങനെ അധികം കൊണ്ടുപോകണില്ലല്ലോ. ഇവിടെ നിന്ന് നമ്മളെ എവിടേക്കെങ്കിലും പോകുമ്പോൾ അക്കിയുടെ വീട്ടിലാക്കും. അപ്പോൾ അക്കിയും പോൾസപ്പേപ്പനും വസന്തേച്ചുമാണ് ഇപ്പോൾ അവൻ്റെ ലോകം. അപ്പോൾ പിന്നെ കോട്ടയത്ത് പോയതുകൊണ്ട് ഒരു സമാധാനം ഉണ്ട് കേട്ടോ. അപ്പുറത്തുള്ളവരൊക്കെ ആയിട്ട് ഭയങ്കര കമ്പനിയായി മൂപ്പര് എന്ന് പറഞ്ഞു. അങ്ങനെ എന്താ പറയുക, അവനോട് പോയി കിടന്നു. ഞാൻ പറഞ്ഞു ഡിവൈനോട് പറഞ്ഞു പോയി കൊണ്ടുപോയി കിടത്തിക്കും, ഇനിയിപ്പോൾ കരയിക്കാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞ് അവർ പോയി. ഡിമ്പിളിന് 2-3 ദിവസത്തെ ഉറക്കക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഷർട്ട് ഇത് പാച്ചുവിൻ്റെ കേട്ടോ. അപ്പോൾ തോമു ഇതിട്ടപ്പോൾ പാച്ചു പറയായിരുന്നു എൻ്റെ ഷർട്ടാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, 3 പേർക്കും ഉണ്ടെന്ന്. ഞാൻ ക്രിസ്മസിന് നിങ്ങളെ കാണിച്ചില്ല, അപ്പോൾ 2 പേരിട്ടു, ഇനി ചാക്കോച്ചനും കൂടി ഇടാനുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മുടെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു ഭംഗി, പഴയ ഭംഗി പതുക്കെ ഓരോ വശത്ത് വന്നു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ എന്താ പറയുക, ഇന്നത്തെ 2-3 എന്താ പറയുക ഈ പറയുന്നത് വേറൊന്നുമല്ല, എൻ്റെ കണ്ണടഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതെങ്ങനെയെങ്കിലും വോയിസ് ഓവറൊക്കെ പറഞ്ഞ് എത്തിച്ചിട്ട് വേണ്ടേ നിങ്ങളുടെ മുന്നിലേക്ക് എനിക്ക് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാനങ്ങനെ എന്താ പറയുക, അതാ പറഞ്ഞു എന്താ പറയുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വെള്ളമൊക്കെ വെച്ച് ഇന്നത്തെ ദിവസം ഇങ്ങനെ അങ്ങോട്ട് കഴിയാണ്. ഇനിയിപ്പോൾ നാളെ ഞായറാഴ്ചയാണ്. നാളെ രാവിലെ ഒരു ഫംഗ്ഷനുണ്ട്, ഉച്ചയ്ക്കുണ്ട്, രാത്രിയിലുണ്ട്, മൊത്തം പരിപാടിയാണ്. എവിടെയൊക്കെ എന്തൊക്കെ പോകുന്നതാണ്. ഞാൻ മിക്കവാറും വൈകിട്ടുള്ള ഫംഗ്ഷന് മാത്രം പോകാൻ ചാൻസ് ഉള്ളൂ. കാരണം എനിക്ക് അടുപ്പിച്ച് കുറേ പരിപാടികൾ അല്ലെങ്കിൽ കുറേ യാത്ര എനിക്ക് പറ്റുന്നില്ല. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് കഴിഞ്ഞു, ന്യൂ ഇയറും കൂടി കഴിഞ്ഞിട്ട് വേണം ഇവന്മാരൊക്കെ ഊരി ബോക്സുകളിലാക്കി സൂക്ഷിച്ചെടുത്ത് വെക്കാനായിട്ട്. അങ്ങനെ എന്താ പറയുക, നമ്മൾ വിചാരിച്ച അല്ലെങ്കിൽ സന്തോഷമുള്ള ഒരു ദിവസം എനിക്ക് എൻ്റെ മക്കളും ഡാഡിയും കൂടി തന്നു. അപ്പോൾ അതിന് ഞാൻ 1000 നന്ദി പറയാണ്. കാരണം എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടന്നു വരില്ല. ചിലപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളും നമുക്ക് സന്തോഷമായിട്ട് നമുക്ക് നടത്തി തരിക തമ്പുരാൻ. അപ്പോൾ അങ്ങനെ ഇതാണ് നമ്മുടെ ജെന്നിഫറിൻ്റെ റിട്ടേൺ ഗിഫ്റ്റ് ആയിരുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെന്ന വഴിക്ക് ഞങ്ങൾക്ക് ആദ്യം തന്നത് ഇതും കേക്കുമാണ്. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായി, ചെന്ന വഴിക്ക് ഇങ്ങനെ ഒരു സംഭവം കിട്ടിയപ്പോൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് സൺഡേ ആണ്. ഹൈലൈറ്റ് മോളിൽ വരാത്തവരൊക്കെ ഒന്ന് വരിക, കാണുക. പ്രൊമോഷനൊന്നും അല്ല കേട്ടോ, ഞാൻ നിങ്ങളുടെ കാണാത്തത് ഇപ്പം ഇനി വെക്കേഷൻ കഴിയല്ലേ, അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ വരുമ്പോൾ മാക്സിമം നേരത്തെ വരാൻ നോക്കുക, നല്ല തിരക്കാണ്. അപ്പോൾ നമുക്ക് നാളെ കാണാം. നാളത്തെ വിശേഷമായിട്ട് വരാം. ബൈ.